കോൺഗ്രസ് നേതാക്കളുടെ മക്കൾ അങ്ങനെ വെറും നേതാക്കളല്ലല്ലോ, ഇപ്പോൾ കേരളത്തിലെ കോൺഗ്രസിന്റെ നെടുന്തൂടുകളായ നേതാക്കളുടെ മക്കൾ അങ്ങനെ പോയത് എന്തായിരിക്കും ഒരു പാളിച്ചയായിട്ട് സാർ കാണും? പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞു. ഇനി എന്നെ കൊണ്ട് അധികം പറയിപ്പിക്കേണ്ട. മക്കളെ കുറിച്ച് എന്നെ കൊണ്ട് അധികം പറയിപ്പിക്കേണ്ട. എന്നെ കൊണ്ട് അധികം പറയിപ്പിക്കേണ്ട. ആ ഭാഷ ഞാൻ ശീലിച്ചിട്ടില്ല. ആ ഭാഷ എൻ്റെ സംസ്കാരത്തിന്റെ ഭാഗമല്ല. അതുകൊണ്ട് എന്നെ കൊണ്ട് സംസാരിപ്പില്ല. സാറേ, ഒരു സംശയമുണ്ട്. സാർ നേരത്തെ പറഞ്ഞു സാറിന്റെ ശൈലിയല്ല മക്കളെ പറ്റി കൂടുതൽ പറയിക്കരുതെന്ന്. പക്ഷെ ഈ പോയ രണ്ട് മക്കളും വളരെ മോശമാണ് എന്നുള്ള തോന്നലുള്ളതുകൊണ്ടാണ് അവന് പറയാൻ തോന്നിയത്. മക്കളെ പറഞ്ഞാൽ രണ്ട് മക്കൾ മാത്രമല്ലല്ലോ, ഒരുപാട് മക്കളില്ലേ. ഇത് അധികം പറയിപ്പിക്കണ്ട. എന്നെ കൊണ്ട് അധികം പറയിപ്പിക്കാൻ ആഗ്രഹിക്കണം. ഞാൻ അങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നില്ല. അല്ല, ഞാൻ മറ്റു മക്കളെ കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നില്ല. എന്നെ കൊണ്ട് പറയിപ്പിക്കണ്ട. എന്നെ കൊണ്ട് അധികം പറയാം. നിങ്ങൾക്ക് ഉദ്ദേശം ഉണ്ടാകും. ഞാൻ എനിക്ക് പാട്ടിൽ തോക്കണം. അവിടെ കോൺഗ്രസ് ജയിക്കണം, ആൻഡോ ആരാണ് ജയിക്കണം. അതാണ് കോൺഗ്രസ് ആണ്. എൻ്റെ മതം കോൺഗ്രസ് ആണ്. എൻ്റെ മതം കോൺഗ്രസ് ആണ്. കേന്ദ്രത്തിൽ പ്രധാനപ്പെട്ട വകുപ്പുകളൊക്കെ കൈകാര്യം ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ മകൻ ജയിച്ചു വന്നാൽ കേന്ദ്രമന്ത്രിയാകും, ആ നാടിൽ വലിയ വികസനം ഉണ്ടാകും, അങ്ങേപോലെ വലിയ വികസന കാഴ്ചപ്പാടുള്ള വ്യക്തിയായി മാറുമെന്നാണ് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി പോലും അത് പത്തനംതിട്ടയിൽ പറഞ്ഞിട്ട് പോയത്. ഇത്രയൊക്കെ മനസ്സിലായി.